ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അദ്ദേഹം തന്റെ രാജിയപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIRകൾ രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നഡ്ഡ പറഞ്ഞു. सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बाद कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा. इस बात को हम लोगों ने माना है. തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18-ന് മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UG PG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP, UP, പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എഡ്യൂടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, E-ക്യൂബ് ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻ മന്ത്രി VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മു കശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.